നിങ്ങൾക്ക് ഇപ്പം തന്നെ ഹൈലി പെയ്ഡ് ആയിട്ടുള്ളൊരു ജോലിയാണ് ബാങ്കിങ് പ്രൊഫഷൻ. അതിൻ്റെ കൂടെ പുതിയതായിട്ടൊരു സ്പെഷ്യൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. SSC എക്സാമിനേഷൻസ്, ബാങ്ക് എക്സാമിനേഷൻസ് 17% ഹൈക്ക് എന്ന് പറഞ്ഞാൽ നിസ്സാരമൊന്നുമല്ല. നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് എന്ത് ചെയ്യും, സാലറിയിൽ കൂടും. മറ്റുള്ള ജോലി പോലെ വർക്ക് ഫ്രം ഹോം ഒന്നും ചെയ്യാനുള്ള ജോലി അല്ല ബാങ്ക്. പഠിക്കുന്നവർക്ക് ഒരു മോട്ടിവേഷൻ അല്ലേ, നല്ലൊരു ന്യൂസ് അല്ലേ? അതെ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ഹായ്, വെൽക്കം ടു എൻട്രി ബാങ്കിങ് മലയാളം യൂട്യൂബ് ചാനൽ. ഞാൻ വൈശാഖ് മാധവൻ. ഇന്ന് നമ്മൾ ഒരു കാര്യം ജസ്റ്റ് നിങ്ങളോട് പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്നല്ലേ നോക്കാം. അതിനു മുന്നേ നമ്മളുടെ ഇവിടെ നടക്കുന്ന എൻട്രിയിലെ ബാങ്കിങ് ബാച്ചുകളെ കുറിച്ച് അറിയാനായിട്ട് നിങ്ങൾ ഈ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. ഗോൾഡ് ബാച്ചിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ ലഭിക്കും. അതുകൂടാതെ നമ്മളുടെ എൻട്രിയിൽ പുതിയതായിട്ടൊരു സ്പെഷ്യൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. SSC എക്സാമിനേഷൻസ്, ബാങ്ക് എക്സാമിനേഷൻസ്, RRB റെയിൽവേ എക്സാമിനേഷൻസിന് 3 എക്സാമുകൾക്കും കൂടി ഒരൊറ്റ ബാച്ച്. ആ ബാച്ചിലേക്കുള്ള അഡ്മിഷനെ കുറിച്ച് അറിയാനും നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നേരത്തെ പറഞ്ഞ നമ്പറിലേക്ക് ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ന്യൂസ് റിപ്പോർട്ടാണ്. എന്താണ്? ഒരു ന്യൂസ് റിപ്പോർട്ടാണ്. നിങ്ങളെല്ലാവരും പത്രം വായിക്കുമ്പോഴായാലും അതേപോലെ TV-യിൽ ന്യൂസ് കേട്ടപ്പോഴായാലും ജസ്റ്റ് കേട്ടുവിട്ടൊരു ന്യൂസ് ഉണ്ടാവും. ബാങ്ക് എംപ്ലോയീസിന് ശമ്പള വർധനവ് വരുന്നു, ബാങ്ക് എംപ്ലോയീസിന് എന്ത് ചെയ്യുന്നു, സാലറി ഹൈക്ക് ചെയ്യുന്നു. ജസ്റ്റ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അത് ആരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല സന്തോഷ വാർത്തയാണ്. ബാങ്കിങ് ജോലി, അതായത് ബാങ്കിങ് എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം അത് നല്ലൊരു വാർത്തയാണ്. പിന്നെ ആരെ സംബന്ധിച്ചിടത്തോളമാണ്? ഓൾറെഡി ബാങ്കിങ് ജോലി ആഗ്രഹിക്കുന്ന ആൾക്കാർ, പ്രിപ്പറേഷൻ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ന്യൂസ് അല്ലേ? യെസ്, വലിയ ന്യൂസാണ്. എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ഇപ്പം തന്നെ ഹൈലി പെയ്ഡ് ആയിട്ടുള്ളൊരു ജോലിയാണ് ബാങ്കിങ് പ്രൊഫഷൻ. അതിൻ്റെ കൂടെ 17% ഹൈക്ക് കൂടി ശമ്പളത്തിൽ ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെയധികം സന്തോഷം നൽകുന്ന വാർത്തയാണ് അല്ലേ? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്ത് ചെയ്തിട്ടുണ്ട്? അസോസിയേഷനും ബാങ്കിങ് എംപ്ലോയീസ് യൂണിയൻ എല്ലാം 17% ഹൈക്കിന് എഗ്രി ചെയ്തിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത്. സോ ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അലവൻസുകളെ കൂടാതെ, സാലറി കൂടാതെ നിങ്ങൾക്ക് എന്തും കൂടി ലഭിക്കും, 17% ഹൈക്ക് കൂടി സാലറിയിൽ ലഭിക്കും. അപ്പോൾ ഇപ്പം തന്നെ നമുക്കറിയാം, അത്യാവശ്യം നല്ലൊരു ശമ്പളം നിങ്ങൾക്ക് കയറുമ്പോൾ തന്നെ ലഭിക്കുന്നതിൻ്റെ ഒപ്പം ഈ ഹൈക്കും കൂടിയും വരുമ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിലുള്ള ജോലി ഓൾറെഡി ആണ് ബാങ്കിങ് പ്രൊഫഷൻ. ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ജോലി ഒന്നും കൂടിയും ഹൈലി പെയ്ഡ് ആവുകയാണ്. അപ്പോൾ 17% ഹൈക്ക് എന്ന് പറഞ്ഞാൽ നിസ്സാരമൊന്നുമല്ല. നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് എന്ത് ചെയ്യും, സാലറിയിൽ കൂടും. ക്ലിയർ ആണല്ലോ? ഇത് ഓൾറെഡി എല്ലാവർക്കും സന്തോഷം നൽകുന്ന വാർത്തയാണ്. പക്ഷേ ഇനി ഞാൻ അടുത്തത് പറയാൻ പോകുന്നത് കൂടി കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വളരെയധികം എക്സൈറ്റഡ് ആവും. നിങ്ങൾ ജസ്റ്റ് കണ്ടിട്ടുണ്ടാവും, നമ്മുടെ നാട്ടിലെ വലിയ IT കമ്പനികളിലെല്ലാം നിങ്ങളുടെ കൂട്ടുകാർ ചിലപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടാവും. അവരെല്ലാം പറയുന്നത് എന്താ, ഞങ്ങൾക്ക് വീക്കിലി 5 ദിവസം വർക്ക് ചെയ്താൽ മതി, സാറ്റർഡേയും സൺഡേ എന്താ ഞങ്ങൾക്ക് ഓഫാണ്. നിങ്ങൾക്ക് അങ്ങനത്തെ ജോലികൾ ഉണ്ടോ? ഗവൺമെൻറ് ജോലി അങ്ങനെ ഉണ്ടോ എന്നൊക്കെ നിങ്ങളുടെ അടുത്ത് ചോദിക്കും അല്ലേ? ഉണ്ട് എന്ന് പറയേണ്ടി വരും. ഇനി അടുത്ത ന്യൂസ് റിപ്പോർട്ടാണ്. എന്താണ്? ഇന്ത്യൻ ബാങ്കിങ് അസോസിയേഷൻ ആൻഡ് ദി ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് കോൺഫെഡറേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? എഗ്രി ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? 5 ഡേ വർക്ക് ഇൻ എ വീക്ക്. 5 ദിവസം വർക്കുള്ളൂ, സാറ്റർഡേയും സൺഡേയും ഓഫാണ്. വീക്കിലി നിങ്ങൾ 5 ദിവസം വർക്ക് ചെയ്താൽ മതി, സാറ്റർഡേയും സൺഡേയും നിങ്ങൾക്ക് എന്താണ്, ഓഫാണ്. അതും എന്ത് ചെയ്തിട്ടുണ്ട്? എഗ്രി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, റെഡ് കാണുന്ന എല്ലാ ഹോളിഡേയ്സും ഓൾറെഡി ബാങ്ക് അവധിയാണ്. അതിൻ്റെ കൂടെ ശനിയാഴ്ച ഞായറാഴ്ച നിങ്ങൾ എന്ത് ചെയ്യണ്ട, ബാങ്കിൽ പോകണ്ട. മറ്റുള്ള ജോലി പോലെ വർക്ക് ഫ്രം ഹോം ഒന്നും ചെയ്യാനുള്ള ജോലി അല്ല ബാങ്ക്. ബാങ്ക് ജോലി എന്ന് പറയുന്നത് ബാങ്കിൽ തന്നെ ഇരുന്ന് ചെയ്യേണ്ട ജോലിയാണ്. സോ സൺഡേയും സാറ്റർഡേയും കൂടി നിങ്ങൾക്ക് ഓഫ് കിട്ടുന്നു. ബാക്കിയുള്ള എല്ലാ ഹോളിഡേയ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ബാങ്ക് ജോലി ആഗ്രഹിക്കുന്ന ഏതൊരു കുട്ടികൾക്കും അല്ലേ, വളരെയധികം സന്തോഷം നൽകുന്ന 2 ന്യൂസാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. നമ്മൾ എന്തിനാണ് ജോലി ചെയ്യുന്നത്? ശമ്പളം ലഭിച്ച് നമ്മൾ വെൽ സെറ്റിൽഡ് ആയിട്ട് ജീവിക്കാനാണ്. അതിനുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി ബാങ്ക് നൽകുന്നുണ്ട്, അലവൻസും കാര്യങ്ങളും നൽകുന്നുണ്ട്. അതുകൂടാതെ ഒരു 17% ഹൈക്ക് കൂടി ഓൾറെഡി ഇനി തരാൻ പോകുന്നു. അതിൻ്റെ ഒപ്പം തന്നെ എന്താണ്, ജോലിക്ക് പോയാൽ നമുക്ക് എന്ത് ചെയ്യണം, റെസ്റ്റ് ചെയ്യണം. അതാണ് നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹം. ആ റെസ്റ്റ് എന്ത് ചെയ്യുന്നു, വീക്കിലി 5 ദിവസം വർക്ക് ചെയ്താൽ മതി, സാറ്റർഡേയും സൺഡേയും ഓഫാണ്.
കൂടാതെ എല്ലാ ഹോളിഡേയ്സും നിങ്ങൾക്ക് എന്തായിട്ട് കിട്ടും? ഓഫായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്കൊരു മോട്ടിവേഷനായിട്ട് തരാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, പഠിക്കുന്നവർക്ക് ഒരു മോട്ടിവേഷൻ അല്ലേ? നല്ലൊരു ന്യൂസ് അല്ലേ? അതെ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവരും എന്ത് ചെയ്യാം? പഠനം നല്ല ഉഷാറായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. കാരണം നമ്മളുടെ എക്സാംസ് ഒക്കെ എത്താറായി, ഇങ്ങ് വന്നെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല ഉഷാറായിട്ട് പഠിക്കാം. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം, നമുക്ക് വീണ്ടും സാലറി എല്ലാം നല്ല രീതിയിൽ കൂടുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി? വീക്കിലി 5 ദിവസം ഇനി വർക്ക് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ? അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദ ബെസ്റ്റ്. താങ്ക്